and bells. ഗസീദാറാം, എഴുന്നേൽക്കടാ വിഡ്ഢി. കാട് മുഴുവൻ ദാഹം കൊണ്ട് മരിക്കുകയാണ്. നീ ഇവിടെ കിടന്നുറങ്ങുകയാണോ? നീ ഇപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ ഇന്നത്തെ എന്റെ ഉച്ചഭക്ഷണം നീ ആയിരിക്കും. കഠിനമായ വേനൽക്കാലമായിരുന്നു അത്. കാട്ടിലെ ഏറ്റവും വലിയ കുളം വറ്റിപ്പോയിരുന്നു. ദാഹം കാരണം മൃഗങ്ങളുടെ ജീവൻ അപകടത്തിലായിരുന്നു. എന്നാൽ ഈ ഭയാനകമായ സാഹചര്യത്തിലും ഒരു മൃഗം യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഈ കഠിനമായ ചൂടിൽ എഴുന്നേറ്റ് എന്തെങ്കിലും പണിയെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മടിയെ കെട്ടിപ്പിടിച്ച് പുതപ്പിനുള്ളിൽ കുറച്ചു നേരം കൂടി സ്വപ്നലോകത്ത് വിഹരിക്കാൻ ഞാൻ പോവുകയാണ്. വറ്റിയ കുളത്തിന്റെ തീരത്ത് കാട്ടുരാജാവായ ഷേർഖാൻ ഒരടിയന്തര യോഗം വിളിച്ചു. അവിടെ ചതുര, കുറുക്കൻ, ചമ്പക്, കുരങ്ങൻ, നീലം, പക്ഷി എന്നിവരെത്തി. അപ്പോഴാണ് ഒരു കൂർക്കമ്പലി ശബ്ദം മുഴങ്ങിയത്. അത് മടിയനായ കഴുത ഘസീദാറാമായിരുന്നു. അവനൊരു മരത്തിന്റെ ചുവട്ടിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. ഗസീദാറാം, എഴുന്നേൽക്കടാ വിഡ്ഢി. കാട് മുഴുവൻ ദാഹം കൊണ്ട് മരിക്കുകയാണ്. നീ ഇവിടെ കിടന്നുറങ്ങുകയാണോ? ഘസീദാറാം ഒരു കണ്ണു മാത്രം തുറന്ന് ഷേർഖാനോട് പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, മരിക്കുകയാണെങ്കിൽ പിന്നെന്തിന് ഓടി നടന്നു മരിക്കണം? സമാധാനമായി ഉറക്കത്തിൽ മരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം. ഞാൻ സ്വപ്നത്തിൽ കരിമ്പിൻ ജ്യൂസും തണുത്ത വെള്ളവും കുടിക്കുകയായിരുന്നു. നിങ്ങളെന്നെ ഉണർത്തി എല്ലാം നശിപ്പിച്ചു. അപ്പോൾ ദേഷ്യത്തോടെ ചമ്പക കുരങ്ങൻ ഘസീദാറാമിനോട് പറഞ്ഞു. എടാ മടി പിടിച്ച കഴുതപ്പെട്ടി, വെള്ളം കിട്ടിയില്ലെങ്കിൽ നിന്റെ ഈ സ്വപ്നം എന്നേക്കുമായി അവസാനിക്കും. വല്ല പണിയും ചെയ്യ്. മഹാരാജാവേ, ചമ്പക പറയുന്നത് ശരിയാണ്. ഞാൻ വടക്ക് മുതൽ തെക്ക് വരെ എല്ലാം പരിശോധിച്ചു. ഭൂമിക്കടിയിൽ ഒരിറ്റ ഈർപ്പം പോലുമില്ല. ഇനി നമ്മൾ പുതിയതായി എന്തെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മഹാരാജാവേ, കാടിനപ്പുറം മനുഷ്യർ വെള്ളമെടുക്കാൻ പുതിയ മാർഗം കണ്ടെത്തിയതായി ഞാൻ കേട്ടു. അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ മനുഷ്യരുടെ അതിർത്തി വരെ ഒന്ന് പറന്നു നോക്കട്ടെ. ഞാൻ വെള്ളം കണ്ടെത്തി വരാം. നീലം, ഇത് വളരെ അപകടകരമാണ്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. നീ ആകാശത്തു നിന്ന് തിരയുക. ചമ്പക്, നീ മരങ്ങളുടെ വേരുകൾക്കിടയിൽ നോക്കുക. ചതുര, നീ പഴയ ഗുഹകളിൽ പോയി നോക്കുക. ഗസീദാറാം, നീ മണ്ണ് കുഴിച്ചു നോക്കൂ, എവിടെയെങ്കിലും ഈർപ്പമുണ്ടോ എന്ന്. മണ്ണ് കുഴിക്കാനോ? മഹാരാജാവേ, എന്റെ കുളമ്പുകൾ തേഞ്ഞു പോകും. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. എല്ലാവരും വെള്ളം തേടി ഇറങ്ങി. ഘസീദാറാം നിലം കുഴിക്കുന്നതായി കുറച്ച് അഭിനയിച്ചിട്ട് വീണ്ടും ഉറങ്ങി. അപ്പുറത്ത് നീലം കഠിനമായ ചൂടുകാറ്റിലൂടെ പറന്നു നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൾ നീല നിറത്തിലുള്ള ചില്ലുകൾ കണ്ടത്. അവ സോളാർ പാനൽസ് ആയിരുന്നു. താഴെ ഒരു യന്ത്രമുണ്ടായിരുന്നു. അതിൽ നിന്നും വെള്ളം തുള്ളികളായി ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. വെള്ളം, ഇതൊരു മനുഷ്യനിർമ്മിത അത്ഭുതം തന്നെ. എനിക്ക് എല്ലാവരെയും അറിയിക്കണം. നീലം തന്റെ ബാക്കിയുള്ള കരുത്തെല്ലാം സംഭരിച്ച് തിരിച്ചെത്തി. അവൾ ഷേർഖാനോടും മറ്റു മൃഗങ്ങളോടും ആ ഇരുമ്പ് യന്ത്രത്തെക്കുറിച്ചും ചതുരശ്ര ആകൃതിയുള്ള ചില്ലുകളെക്കുറിച്ചും പറഞ്ഞു. എല്ലാ മൃഗങ്ങളും ഉടൻ തന്നെ ആ ദിശയിലേക്ക് പോകാൻ തയ്യാറായി. എഴുന്നേൽക്ക് ഗസീദാറാം, നമുക്ക് 5 മൈൽ ദൂരെ പോകാനുണ്ട്. നീലത്തിന് വെള്ളം കിട്ടിയിരിക്കുന്നു. 5 മൈലോ? മഹാരാജാവേ, എന്റെ കാലിൽ നേരത്തെ തന്നെ കുമിളകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ. എന്റെ വിഹിതം വെള്ളം ഒരു ഇലയിൽ എടുത്തുകൊണ്ടുവന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കാം. നീ ഇപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ ഇന്നത്തെ എന്റെ ഉച്ചഭക്ഷണം നീ ആയിരിക്കും. ഷേർഖാന്റെ ഗർജനം കേട്ടതോടെ ഘസീദാറാമിന്റെ മടിയെല്ലാം പമ്പ കടന്നു. അവൻ പേടിച്ച് വിറച്ച് എല്ലാവർക്കും മുന്നിലായി ഓടി. അയ്യോ, ഇന്ന് ഷേർഖാൻ എന്നെ ശരിക്കും തിന്നുവോ? അവർ ആ സ്ഥലത്തെത്തിയപ്പോൾ അതൊരു സോളാർ വാട്ടർ പമ്പാണെന്ന് അവർ കണ്ടു. എന്നാൽ ചില്ലുകളെ
പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നതിനാലും വെള്ളം തുള്ളികളായി മാത്രമേ വീഴുന്നുണ്ടായിരുന്നുള്ളൂ. ചുവന്ന നിറത്തിലുള്ള വലിയ ചക്രം അടഞ്ഞുകിടന്നിരുന്നതിനാലും ഇവിടെ വെറും തുള്ളികൾ മാത്രമേ ഉള്ളൂല്ലോ. നീലം, നീ ഞങ്ങളെ പറ്റിച്ചോ? നിൽക്കൂ, മനുഷ്യ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെ സോളാർ പമ്പ് എന്നാണ് പറയുന്നത്. ഈ ചില്ലുകൾ സൂര്യപ്രകാശം കുടിക്കുകയും ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ ഈ ചില്ലുകളിൽ പൊടി പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവയ്ക്ക് വെയിൽ കുടിക്കാൻ പറ്റുന്നില്ല. പൊടിയോ? ഞാനിപ്പോ ശരിയാക്കി തരാം. കുരങ്ങൻ തന്റെ മുഴുവൻ വേഗതയിലും പാനലിന് മുകളിൽ കയറി നിമിഷങ്ങൾക്കുള്ളിൽ കൈകൾ കൊണ്ടും വാലുകൊണ്ടും പൊടിയെല്ലാം തുടച്ചുമാറ്റി. തെളിഞ്ഞ പാനലുകളിൽ വെയിലടിച്ച ഉടൻ തന്നെ യന്ത്രത്തിനുള്ളിൽ നിന്ന് ഗഡ് ഗഡ് എന്ന വലിയ ശബ്ദം കേട്ടു തുടങ്ങി. അപ്പോൾ കുറുക്കൻ യന്ത്രത്തിൽ ഘടിപ്പിച്ചിരുന്ന വലിയ പൈപ്പ് കണ്ടു. യന്ത്രം ഉണർന്നു. പക്ഷേ വെള്ളം കുളം വരെ എത്തിക്കാൻ ഈ വലിയ പൈപ്പ് വലിച്ച് നമുക്ക് ആ വറ്റിയ കുടി വരെ എത്തിക്കണം. ഘസീദാറാം, നിന്റെ സമയം വന്നിരിക്കുന്നു. നിന്റെ കരുത്താണ് ഈ കാട്ടിൽ ഏറ്റവും വലുത്. ഈ വലിയ പൈപ്പ് പിടിച്ചു വലിക്കൂ. ഞാനോ മഹാരാജാവേ? ഞാൻ വളരെ അവശനാണ്. എന്റെ നടുവിനും വേദനയുണ്ട്. ഞാൻ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഘസീദാറാം, മടി ഇന്ന് നിന്റെ ജീവൻ എടുക്കും. ഒന്നുകിൽ പൈപ്പ് വലിക്കൂ, അല്ലെങ്കിൽ എന്റെ വിശപ്പടക്കൂ. മരിക്കാൻ കിടക്കുന്നവൻ എന്തു ചെയ്യില്ല? ഘസീദാറാം പല്ലുകൊണ്ട് പൈപ്പ് കടിച്ചു പിടിച്ച് സർവശക്തിയും എടുത്ത് വലിച്ച് ആ വറ്റിയ കുഴി വരെ എത്തിച്ചു. മിടുക്കൻ ഘസീദാറാം. ഇനി മഹാരാജാവേ, ഈ ചുവന്ന ചക്രം ഒന്ന് തിരിക്കണം. ഇതിൽ നല്ല പോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും പുറകോട്ട് മാറും. ഷേർഖാൻ തന്റെ കൂറ്റൻ നഖങ്ങൾ ഉപയോഗിച്ച് സർവബലവും എടുത്ത് ആ വാൽവ് ഒരൊറ്റ തിരി തിരിച്ചതും പൈപ്പിലൂടെ തണുത്തതും ശുദ്ധവുമായ മധുരജലം ശക്തിയായി പുറത്തേക്കൊഴുകി. നോക്കി നിൽക്കെ ആ കുഴി ഒരു കുളമായി മാറി. ആദ്യത്തെ നീർത്തുള്ളികൾ നേരെ ഘസീദാറാമിന്റെ മുഖത്താണ് പതിച്ചത്. ആഹ്, എന്ത് തണുത്ത വെള്ളം! എന്റെ അധ്വാനം വിജയിച്ചു. മഹാരാജാവേ, കണ്ടോ എന്റെ കരുത്തിന്റെ കളി? അതെ അതെ, ഷേർഖാന്റെ ഗർജനമാകുന്ന ബൂസ്റ്റർ കിട്ടിയില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും അവിടെ കിടന്നുറങ്ങുമായിരുന്നു. എല്ലാവരും ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഇന്ന് എല്ലാവരുടെയും ജീവൻ രക്ഷിക്കപ്പെട്ടു. നീലത്തിന്റെ ധൈര്യവും ചതുരയുടെ ബുദ്ധിയും ചമ്പക്കിന്റെ വേഗതയും ഘസീദാറാമിന്റെ കരുത്തും അത്ഭുതം കാണിച്ചിരിക്കുന്നു. ഓർക്കുക, മടി ഉപേക്ഷിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല. അന്ന് എല്ലാവരും മതിവരുവോളം വെള്ളം കുടിച്ചു. ഐക്യവും ആധുനിക സാങ്കേതിക വിദ്യയുമാണ് പ്രതിസന്ധികൾക്കുള്ള പരിഹാരമെന്ന് എല്ലാവരും പഠിച്ചു. ഘസീദാറാമും അവൻ പകൽ ഉറങ്ങുന്നത് തന്നെ നിർത്തി, കുറഞ്ഞ പക്ഷം ഷേർഖാന്റെ മുന്നിലെങ്കിലും. സഹോദരൻ, എന്നെ പെട്ടെന്നൊരു സിംഹമാക്കി മാറ്റൂ. എനിക്ക് കഴുതയാവണ്ട. അതെ അതെ, ഒരു മിനിറ്റ്. എന്താ ഇത്ര തിരക്ക്? എന്നെ ഷേർഖാൻ കാട്ടിൽ നിന്നും പുറത്താക്കി. എനിക്ക് അവനോട് യുദ്ധം ചെയ്ത് അവനെ കാട്ടിൽ നിന്നും പുറത്താക്കി പ്രതികാരം ചെയ്യണം. നീ എന്നെ സിംഹമാക്കി മാറ്റിയാൽ എന്റെ പ്രതികാരം പൂർണ്ണമാവും. മൂൺലൈൻ കാട്ടിൽ ആന, മുയൽ, മാനിന്റെ സൗഹൃദം വലിയൊരു ചർച്ചയായിരുന്നു. ഇവര് മൂന്നുപേരും കൂടെ ചേർന്ന് കാട്ടിൽ വരുന്ന ഏതൊരു വലിയ പ്രശ്നത്തിനെയും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യും. എന്നാൽ ഡങ്കി കഴുതയുടെ പൊട്ടത്തരം കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ആന, മാൻ, പിന്നെ മുയൽ, നിങ്ങൾ 3 പേരുടെയും കഠിനാധ്വാനം കാരണം നമ്മുടെ വനത്തിലുള്ള കുന്നിന്റെ താഴെയുള്ള ഭാഗം ഡങ്കി കാരണം നശിച്ചിരുന്നുവല്ലോ. അതിപ്പോ വീണ്ടും മോശാവസ്ഥയിലായിരിക്കുകയാണ്. നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ കാട്ടിൽ നിങ്ങളെപ്പോലെയുള്ള മൃഗങ്ങളുണ്ട്. ഇത് കേട്ട എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ ഡങ്കിക്ക് അത് കേട്ട അത്ര രസിച്ചില്ലായിരുന്നു. ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തതിന് ഈ 3 പേരെയും പുകഴ്ത്താനായിട്ട് അദ്ദേഹത്തിന് അവസരം കിട്ടി. ഡങ്കി, നീ ചെയ്ത തെറ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഈ കാട്ടിൽ നിന്ന് 3 ദിവസത്തേക്ക് പുറത്താക്കുന്നു. ശരി ഷേർഖാൻ, അങ്ങ് പറഞ്ഞതുപോലെ. അവൻ കള്ളം പറഞ്ഞിട്ട് ഷേർഖാൻ പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ നിന്നും പുറത്തേക്ക് പോയി.
ഞാൻ അവിടെയുള്ള ഒരുപാട് ചെടികളും ഒരുപാട് പൂക്കളും മാത്രമേ നശിപ്പിച്ചിട്ടുള്ളൂ, അതും അബദ്ധത്തിൽ. പക്ഷേ ഈ ഷേർഖാൻ എന്നെ കാട്ടിൽ നിന്ന് പുറത്താക്കി. എനിക്കിപ്പോ തോന്നുന്നത് സിംഹമായി മാറി സിംഹത്തെ കൊല്ലാനാണ്. അവൻ പിറുപിരുത്തോണ്ട് വേറൊരു കാട്ടിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോഴേക്കും അവൻ ഒരു വ്യത്യസ്തമായ കാര്യം കണ്ടു. ഒരു സുന്ദരമായ ഭവനവും അതിന്റെ മുമ്പിൽ കുറുക്കൻ നിൽക്കുകയായിരുന്നു. ഞാൻ ഈ ചെറുതായത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണെന്നോ. എലിയുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. എന്നെ ഒന്ന് വലിയ മൃഗാക്കി മാറ്റി തരാവോ? ഒരു പ്രശ്നവുമില്ല. 3 മാസമായി ഞാൻ പറഞ്ഞതെല്ലാം നീ അനുസരിച്ചു. ഇപ്പോൾ ഞാൻ നിന്നെ ഒരു ചെറിയ ജീവി എന്ന വിഷമത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ്. വരൂ, ഈ മാന്ത്രിക വീട്ടിലേക്ക് കയറൂ. ഇത് കേട്ട് എലി ആ ഭവനത്തിന്റെ അകത്ത് കയറി. ആബ്രകഡാബ്ര, ഈ കുഞ്ഞെലി ഇപ്പോൾ തന്നെ ഒരു കുഞ്ഞാടായി പുറത്തേക്ക് വരട്ടെ. അത്രയും പറഞ്ഞപ്പോ തന്നെ ഭവനത്തിന്റെ അകത്തിൽ നിന്നും ചെമ്മരിയാട് വന്നു. ആഹാ, ഞാൻ വലിയൊരു ചെമ്മരിയാടായേ. ഇപ്പി. ഇത് കൊള്ളാലോ. അവനൊരു മാന്ത്രികനാണെന്നാ തോന്നുന്നത്. കഴുത ഓടി ഓടി അതിന്റെ അടുത്തേക്ക് എത്തി. സഹോദരൻ, എന്നെ പെട്ടെന്നൊരു സിംഹമാക്കി മാറ്റൂ. എനിക്ക് കഴുതയാവണ്ട. അതെ അതെ, ഒരു മിനിറ്റ്. എന്താ ഇത്ര തിരക്ക്? എന്നെ ഷേർഖാൻ കാട്ടിൽ നിന്നും പുറത്താക്കി. എനിക്ക് അവനോട് യുദ്ധം ചെയ്ത് അവനെ കാട്ടിൽ നിന്നും പുറത്താക്കി പ്രതികാരം ചെയ്യണം. നീ എന്നെ സിംഹമാക്കി മാറ്റിയാൽ എന്റെ പ്രതികാരം പൂർണ്ണമാവും. ഞാൻ ഈ എലിയെ ആടാക്കി മാറ്റിയത് സൗജന്യമായല്ല. എന്നെ മാസങ്ങളോളം സേവ ചെയ്തു. ഒപ്പം എൻ്റെ പല ജോലികളും ചെയ്തു. ശരി, എന്നാൽ ഞാനും നിനക്ക് വേണ്ടി സേവ ചെയ്യാം. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ടപ്പോ കുറുക്കന്റെ മുഖത്ത് സന്തോഷം വന്നു. മിൻകി കിളി 2 മുട്ട ഇട്ടതേ ഉള്ളൂ. അതിന്റെ സന്തോഷത്തിലായിരുന്നു. ഹായ്, ഞാനിന്ന് 2 മുട്ടയിട്ടു. ഇനി ഞാൻ പെട്ടെന്ന് അമ്മയാകുമല്ലോ. മുട്ടയിട്ട് കഴിഞ്ഞപ്പോ അവക്ക് ദാഹിച്ചു. അവള് തടാകത്തിന്റെ അടുത്ത് വെള്ളം കുടിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ 2 മുട്ടയും കാണുന്നില്ല. എന്റെ ദൈവമേ, എന്റെ മുട്ട! അവളാകെ വിഷമത്തിലായി നിലവിളിച്ച് കരയാൻ തുടങ്ങി. അവിടെ ഇരുന്ന് അവളുടെ അടുത്തേക്ക് കുറെ മൃഗങ്ങൾ വന്നു. അവള് പൊട്ടിക്കരയണ കണ്ട് അവർക്കും സങ്കടമായി. അടുത്ത ദിവസം കാലുക്കരടി അവന്റെ ഗുഹയിലിരിക്കുകയായിരുന്നു. അവന്റെ അടുത്ത് അവന്റെ കുഞ്ഞും കിടക്കുന്നുണ്ടായിരുന്നു. രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും ഉണ്ടോ? അല്ല, ഇതാരാ സഹായത്തിന് വേണ്ടി അലറി വിളിക്കുന്നത്? കാലുക്കരടി ശബ്ദത്തിന്റെ അടുത്തേക്ക് പോയി. ഒരുപാട് ഓടിപ്പോയിട്ട് പോലും അവൻ അവിടെ ആരെയും കണ്ടില്ല. ആരാ എന്നെ വിളിച്ചതെന്ന് മനസ്സിലായില്ലല്ലോ. അവൻ അവിടുന്ന് അവന്റെ ഗുഹയിലേക്ക് തിരിച്ചു വന്നു. അവിടെ എത്തിയപ്പോഴേക്കും അവന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ഇതോടെ അവന് ഞെട്ടലായിപ്പോയി. എന്റെ കുഞ്ഞ്! അങ്ങനെ പയ്യെ പയ്യെ കാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങളെയും പക്ഷികളുടെ മുട്ടയും കാണാതെ ആവാൻ തുടങ്ങി. ഇതുമൂലം എല്ലാവർക്കും ആവലാതിയായി. ഷേർഖാൻ, ഞങ്ങളുടെ എല്ലാം കുഞ്ഞുങ്ങൾ ദുരൂഹമായി അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം തകരുകയാണ്. ആന, മാൻ, പിന്നെ മുയൽ, നിങ്ങൾ 3 പേരും ഇതിനൊരു പരിഹാരം കാണണം. എല്ലാ കുഞ്ഞുങ്ങളെയും തിരികെ എത്തിക്കണം. പിന്നെ അവരെ തട്ടിക്കൊണ്ടുപോയ ആ മൃഗത്തെയും തിരികെ എത്തിക്കണം. അങ്ങനെ ആന, മുയല്, മാൻ എല്ലാരും കൂടെ ഈ കാര്യം ചർച്ചയിലെത്തിച്ചു. അടുത്ത ദിവസം രാവിലെ മാനമ്മ അവളുടെ ഗുഹേന്റെ പുറത്തിരിക്കുകയായിരുന്നു. അവളുടെ മകൻ ഒരു മരത്തിന്റെ അടിയിൽ ഉറങ്ങുകയായിരുന്നു. ഇവന്റെ അച്ഛനെ രാവിലെ തൊട്ട് കാണുന്നില്ല. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ചിലപ്പോ വേറെ ഏതെങ്കിലും മാന്റെ അടുത്തായിരിക്കും. ഇത് പറഞ്ഞ അവൾ അവിടുന്ന് പോയി. പതിയെ പതിയെ കഴുത മാൻ കുഞ്ഞിന്റെ അടുത്തെത്തി. മതി, ഒരു കുഞ്ഞിനെയും കൂടി എനിക്ക് ആ കുറുക്കന് കൊടുത്താൽ മതി. അതിനുശേഷം അവൻ എന്റെ ആവശ്യം നിറവേറ്റി തരും. അങ്ങനെ ആ കഴുത ആ മാന്റെ കാല് കടിച്ചുകൊണ്ട് അവിടുന്ന് ഒറ്റ ഓട്ടമായിരുന്നു. നിൽക്കടാ ഡങ്കി! അപ്പോഴാ മാൻ, ആന, മുയലും അവിടെ വന്നെത്തി. അല്ല, നിങ്ങൾ 3 പേര് എവിടെ നിന്നാ വന്നത്? ഞങ്ങൾ നിന്നെ പിടിക്കാനാണ് ഈ കെണിയെല്ലാം ഒരുക്കിയത്. നീ അവസാനം കുടുങ്ങിയിരിക്കുന്നു. അങ്ങനെ അവര് ഡങ്കി കഴുതനെ രാജാവിന്റെ മുമ്പിൽ എത്തിച്ചു. ഡങ്കി, ഉടൻ തന്നെ പറയൂ, കാണാതെ പോയ കുഞ്ഞുങ്ങളും മുട്ടകളുമൊക്കെ എവിടെയാണ്?
അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോ തന്നെ കടിച്ചു കീറി കൊല്ലുന്നതാണ്. വേണ്ട വേണ്ട ഷേർഖാൻ, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരെയും കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോവാം. ഡങ്കിയുടെ കൂടെ എല്ലാ മൃഗങ്ങളും മറ്റേ കാട്ടിൽ എത്തി. അവിടെ കുറുക്കൻ അവന്റെ ഭവനത്തിന്റെ മുമ്പിലായിരുന്നു. അല്ല അല്ല, ഇതെന്താ ഒരു കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതൊരു ഘോഷയാത്രയ്ക്കുള്ള ആളുകളുണ്ടല്ലോ. എടാ ചിങ്കുക്കുറുക്ക, നീയോ? ചിങ്കുക്കുറുക്കൻ? അതെ, ഇത് ചിങ്കുക്കുറുക്കനാണ്. ഇവൻ മൂലം കാട്ടിൽ കനത്ത നാശമുണ്ടായി. അതുകൊണ്ട് 5 വർഷം മുമ്പേ ഞാൻ ഇവനെ കാട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കി. ഇനി വൈകരുത്, പെട്ടെന്ന് തന്നെ പറയൂ, കുഞ്ഞുങ്ങളും മുട്ടകളും എവിടെയാണ്? അല്ലെങ്കിൽ അത് അവയെല്ലാം സുരക്ഷിതമാണ്. ഇവിടെ അടുത്തൊരു ഗുഹയുണ്ട്, അതിനകത്തെല്ലാം ഉണ്ട്. ആ, എല്ലാരും ആ ഗുഹയുടെ അകത്തേക്ക് ഓടി. അവിടെ എല്ലാ പിള്ളേരും മുട്ടയും എല്ലാം സുരക്ഷിതമായിരുന്നു. അമ്മേ, എന്റെ മോനെ, എന്റെ പ്രിയപ്പെട്ട മോനെ, സമാധാനമായി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവരവരുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടിയപ്പോ സമാധാനമായി. പിന്നീട് ഷേർഖാൻ രണ്ടുപേരോടും ചോദിച്ചു, പറയ്, നിങ്ങൾ എന്തിനാണിത് ചെയ്തത്? എന്നോട് ക്ഷമിക്കണം ഷേർഖാൻ, ഞാൻ അങ്ങയെപ്പോലൊരു സിംഹമായി മാറി അങ്ങയോട് പ്രതികാരം ചെയ്യാനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കുറുക്കൻ പറഞ്ഞത് പ്രകാരം ഇതെല്ലാം ചെയ്തത്. അപ്പോൾ നീയോ കുറുക്ക? നിങ്ങൾ എന്നെ കാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യം വന്നു. ഞാൻ നിങ്ങളും നിങ്ങളുടെ കാട്ടിലുള്ള മറ്റു മൃഗങ്ങളും വിഷമിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ ഡങ്കിയെ കൊണ്ട് എല്ലാ കുട്ടികളെയും തട്ടിക്കൊണ്ടുവന്നു. ഓഹോ, ഡങ്കി, അപ്പോൾ നീ സിംഹമായി മാറാൻ വേണ്ടിയാണല്ലേ ഈ ജോലി ചെയ്തത്? ശരി, അങ്ങനെയെങ്കിൽ ഇവൻ നിന്നെ സിംഹമാക്കി മാറ്റട്ടെ. വരൂ കുറുക്ക, ഇവനെ പെട്ടെന്ന് തന്നെ ഒരു സിംഹമാക്കി മാറ്റ്. എനിക്കതൊന്നും ചെയ്യാൻ അറിയില്ല, ഞാൻ ചുമ്മാ ഒരു നാടകം കളിച്ചതാ. എന്താ പറഞ്ഞേ? നാടകം എന്നോ? അതെ, ഞാനിപ്പോ കാണിച്ചു തരാം. ഇതും പറഞ്ഞു കുറുക്കൻ ഭവനത്തിന്റെ അകത്തേക്കൊരു വിളി വിളിച്ചു. നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് വാ. അപ്പോഴാണ് ചെമ്മരിയാടും എലിയും പുറത്തേക്ക് വരുന്നത്. ഡങ്കി, വീടിനകത്ത് നേരത്തെ തന്നെ ഈ കുഞ്ഞാടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് ഈ എലി അകത്തേക്ക് വിട്ടു. അതിനുശേഷം എലി അകത്ത് തന്നെ നിന്നു. എന്നിട്ട് ആട് പുറത്തേക്ക് വന്നു. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഒരെലി ആടായി മാറുന്നതായി നിനക്ക് തോന്നി. എൻ്റെ ദൈവമേ, ഈ കുറുക്കനെന്നെ വെറും ഒരു കഴുതിയാക്കി മാറ്റിയല്ലോ. ഡങ്കി മഹാരാജൻ, നിങ്ങൾ ഒരു കാര്യം മറന്നു. നീ നേരത്തെ തന്നെ കഴുതിയായിരുന്നു എന്ന്. ഇത് കേട്ട് കഴുതയ്ക്ക് നാണക്കേടായിപ്പോയി. എല്ലാ മൃഗങ്ങളും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി.